വേണ്ടമ്മ ഇപ്പൊ തന്നെ കുട്ടിക്ക് ഇങ്ങനെ കണ്ണും പിരിയൊന്നും എഴുതി കൊടുക്കണ്ടെന്നാ ഡോക്ടർ. ഞാൻ എഴുതി കൊടുക്കും. ഇതേ എന്റെ മകന്റെ കുട്ടിയാ, നിങ്ങളെക്കാളും കൂടുതൽ അധികാരം എനിക്കാ. കുട്ടീനെ കാണാൻ വന്നില്ല അവള്, എന്തിനാ അവളെ കുട്ടീനെ മേടിച്ചത്? ഷോ വിശന്നിട്ടും വയ്യ. കുറച്ച് നേരത്തെയല്ല അഞ്ചെട്ട് വീട്ടിൽ തിന്നത്, പിന്നെയും വിശക്കാൻ തുടങ്ങി. ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് വിശപ്പിന്റെ അസുഖം കൂടിയിട്ടുണ്ട്. പോയിട്ട് കുറച്ച് ചോറ് തിന്ന. ഇപ്പൊ അവിടെ എന്താണാവോ കൂട്ടാൻ വെച്ച് വെച്ചാക്കണം, നോക്കട്ടെ. എന്താന്ന് കൂട്ടാൻ വെച്ചാക്കണ്? ഇന്നൊന്നും വെച്ചിട്ടില്ല, ഫ്രിഡ്ജിൽ ഇന്നലത്തെ സാമ്പാർ ഇരിക്കുന്നുണ്ട്, അത് കഴിയട്ടെ. അത് ആ വളിച്ച സാമ്പാറാ? അത് സാമ്പാറാ? അതിനൊക്കെ സാമ്പാർ എന്ന് പറയാൻ പറ്റുമോ? കുറെ കുമ്പളങ്ങയും പരിപ്പും കൂടി മുളക് വെള്ളം കലക്കിയാക്കുക. എന്ത് കലക്കിയതാണെങ്കിലേ ഇന്നലെ അതും കൂട്ടിയിട്ട് നല്ലോണം പൂശി വിട്ടല്ലോ, അപ്പൊ ഒരു കുറ്റവും കണ്ടില്ല. അതിപ്പോ വിശന്ന പുല്ലും തിങ്ങുമല്ലോ. നിങ്ങൾക്ക് ഇത്തിരി വായിക്ക് രുചിയായിട്ട് വല്ല കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൂടെ? എപ്പോഴും ഈ ഒരു ഉണക്ക സാമ്പാറാനി മനുഷ്യനിക്ക് കൂട്ടി മാടുത്തു. അല്ലേ, ഞാൻ നിങ്ങളുടെ വെപ്പുകാരിയൊന്നുമല്ല നിങ്ങൾക്ക് ഇങ്ങനെ 4 നേരം കൂട്ടാൻ ഉണ്ടാക്കാന്. അവിടെ സാധനങ്ങൾ ഇരിക്കണ്ടല്ലോ, വേണമെങ്കിൽ വെച്ചിട്ടാക്കി തിങ്ങി. എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ആ പെറ്റി കിടക്കുന്ന പെണ്ണ് എങ്ങനെയാണ് ഈ മുളക് വെള്ളം കൂട്ടിയിട്ട് ചോറ് തിങ്ങുന്നത്? അവൾക്ക് ഞാൻ വേറെ മരുന്ന് കൂട്ടാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ ഭാഗ്യം, അതെങ്കിലും ഉണ്ടല്ലോ. കയ്യനും കാലിനൊന്നും ഒരു കുഴപ്പമില്ല, നെടുമ്പന പോലെ നിൽക്കുന്നത്. പിന്നെ മെരുങ്ങോ അതും ഇല്ല. എന്നെക്കാളും ഉണ്ട് ആരോഗ്യം. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ 4 നേരം വെട്ടി വിഴുങ്ങിക്കോളും, എന്നിട്ട് കുറ്റവും പറയും. ഒരു സാധനം. ഓ ആര് വന്നിനി? ഓ ഓ ഓ ഓ ഇല്ല ഇല്ല ഇല്ല. ഓ ആ ഓ 90 ആവാറായില്ലേ കുട്ടിക്ക്? ഇനി ഇത്തിരി കുട്ടിക്ക് കണ്ണും പിരിയും വാലൊക്കെ എഴുതി കൊടുത്തൂടെ? നോക്ക, അതിന്റെ മുഖം അങ്ങനെ മസന്നേനെ ഇരിക്കണു. പെൺകുട്ടിയല്ലേ, അതിന് എങ്ങനെയാണ്? നിന്റെ ഉമ്മാക്ക് ഒന്നിനും ഒഴിവും സമയമൊന്നും ഇല്ലല്ലോ, പണി തിരക്കല്ലേ. ആ കുട്ടീനെ ഒന്ന് നേരാമണം കുളിപ്പിക്കാനും കൂടി അവർക്ക് ഒഴിവില്ല. ആ കുട്ടീന്റെ മേത്ത് ഇത്തിരി എണ്ണയൊക്കെ തേച്ച് അതിനെ കുറച്ചു നേരം കടത്തുകയെ, അതിന്റെ കൈയും കാലൊക്കെ ഇത്തിരി ഒഴിയേ, അങ്ങനെയൊക്കെ അല്ലേ കുട്ടികളെ കുളിപ്പിക്കുക. ഇത് 2 പോട്ട എണ്ണ എടുത്ത് കുട്ടീന്റെ മേത്ത് പൂശിനും കാണാം, അപ്പൊ തന്നെ അതിനെ കൊണ്ടേ കുളിപ്പിക്കലും കാണാം. ഇതെന്തൊരു കോലം അത്? വെറുതെ അല്ലേ ഈ കുട്ടീന്റെ കയ്യും കാലൊക്കെ ഇങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാവിലെ നേരം എണ്ണ തേച്ച് നല്ലപോലെ ഒഴിയണം. കുറച്ചു നേരം കുട്ടികൾ അങ്ങനെ കടന്ന് കളിക്കുകയും വേണം. ഇതിപ്പോ നോക്ക്, ആ കുട്ടീന്റെ മൂക്ക് അങ്ങനെ ചപ്പിയും കൊണ്ട്, മേൽച്ചുണ്ടാണെങ്കിലോ പൊന്തിയിട്ടും, താലിയാണെങ്കിൽ ഒരു സൈഡിക്ക് നീണ്ടും കൊണ്ടും. ഇതൊക്കെ ഇനി എപ്പോ ശരിയാക്കാനാണ്? അപ്പൊ നിങ്ങളുടെ കണ്ണിനെ തിമിരുണ്ട് എന്നുള്ളത് ഉറപ്പായി. ഞാനിവിടെ ചെയ്യുന്ന പണികളൊന്നും നിങ്ങൾ കാണുന്നില്ലല്ലോ. ഞാൻ ആ കുട്ടീനെ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് നല്ലപോലെ ഒഴിഞ്ഞിട്ട് എന്നെ കുളിപ്പിക്കുന്നത്. അത് ചെറിയ കുട്ടിയല്ലേ, അതിന് പറ്റുന്ന പോലെയല്ലേ ഒഴിയാൻ പറ്റുള്ളൂ. ചെറിയ കുട്ടികളുടെ കയ്യും കാലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവുക, അതൊക്കെ തന്നെ ശരിയായിക്കോളും. ഓ ശരിയാവും. ജസീന, നീ ആ കൺമശിത്തിരി കൂടെ എടുക്ക്, കുട്ടിക്ക് ഇത്തിരി കണ്ണും പിരിയൊക്കെ എഴുതി കൊടുക്കട്ടെ ഞാൻ. വേണ്ടമ്മ ഇപ്പൊ തന്നെ കുട്ടിക്ക് ഇങ്ങനെ കണ്ണും പിരിയൊന്നും എഴുതി കൊടുക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞാക്കണത്. അതിലേക്ക് കെമിക്കലും അതും ഇതൊക്കെ ഉള്ളതല്ലേ. ഞാൻ 2 ആഴ്ച മുമ്പേ ചെക്കപ്പിന് പോയപ്പോഴേ ഒരു കുട്ടിക്ക് ഇതുപോലെ കണ്ണും പിരിയൊക്കെ എഴുതിയിട്ട് അവിടെ കൊണ്ടുവന്നാക്കണു. എന്നിട്ട് ആ ഡോക്ടർ അവന് എന്തൊക്കെയാണെന്നറിയോ പറഞ്ഞത്? അത് ശരിയാ, ഇപ്പൊ തന്നെ ആ ചെറിയ കുട്ടീന്റെ മുഖത്ത് ഇങ്ങനെ കണ്ണ് കണ്ടതും വാരി പൊത്തൊന്നും വേണ്ട. അപ്പൊ കണ്ണും പിരി എഴുതിയില്ല പറഞ്ഞിട്ടെ ഒരു കുഴപ്പമില്ല. പിന്നെ ഡോക്ടർമാർ അങ്ങനെ പലതും പറയും, അതുപോലെയൊക്കെ ഇപ്പൊ നമുക്ക് കാട്ടാൻ പറ്റുമോ? ഇത്തിരി കണ്ണും പിരിയൊക്കെ എഴുതി കൊടുത്തു പറഞ്ഞിട്ട് നിന്റെ കുട്ടിക്ക് ഇപ്പൊ ഒന്നും പറ്റില്ല. ഞാൻ എന്റെ ഫൈസലിനും ഫവാസിനൊക്കെ ദിവസവും കണ്ണും പിരി എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ അവരുടെ കണ്ണ് പൊട്ടിപ്പോയാ? അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ആരാണ് ഇപ്പൊ കുട്ടികൾക്ക് കണ്ണും പിരിയൊക്കെ എഴുതി കൊടുക്കാത്തത്? നീ ആ കൺമഷൻ കൂടെ എടുത്താ? വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞതാ, പറഞ്ഞില്ലേ, പിന്നെപ്പോ എന്താ? അത്രക്കായോ? ഞാൻ എഴുതി കൊടുക്കും. ഇതേ എന്റെ മകന്റെ കുട്ടിയാ, നിങ്ങളെക്കാളും കൂടുതൽ അധികാരം എനിക്കാ. ഞാൻ എഴുതി കൊടുക്കും. എന്താ പറ്റാന്ന് ഞാനും നോക്കട്ടെ. ഉമ്മമാന്റെ കുട്ടി ഇവിടെ കടക്ക് കേട്ടാ. ഉമ്മ പോയിട്ടേ കൺമശൊക്കെ എടുത്തിട്ട് വരാം. എന്റെ കുട്ടിക്ക് പിരിയൊക്കെ എഴുതി തരാട്ടാ. ഇവിടെ കടക്ക്. ഇവരെ ഞാനുണ്ടല്ലോ എന്തോ കാട്ടട്ടോമ്മ, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കേ, അല്ലെങ്കിൽ തന്നെ മനുഷ്യനിക്ക് പ്രാന്താവുണ്ട്. ബാടി ഉമ്മക്കുട്ടിക്ക് കൺമശി തരാട്ടില്ലേ. ഉമ്മക്കുട്ടീനെ ചുന്തിരിയാക്കി തരാം. അല്ലോ സ്വത്ത്. ആഹാ എന്താ ചന്തം, തല്ലി പെണ്ണ്. ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്. ഇത് ഉമ്മയുടെ സ്വത്ത് ചുന്തിരി പെണ്ണായല്ലോ, ഇത് കള്ളി പെണ്ണായല്ലോ. ഉമ്മ ദിവസം കൺമശി തരാട്ടാ.
ഒരു ആൺകുട്ടി ആയിരുന്നെങ്കിൽ അങ്ങനെ എന്റെ പൈസ തന്നെ. എന്തായാലും ആദ്യത്തെ ഒരു ആൺകുട്ടി ആവണായിരുന്നു, പിന്നെ എന്ത് കുട്ടിയാണെങ്കിലും കുഴപ്പമില്ലേ. ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു കേടും മുടക്കും ഇല്ലാണ്ടിരുന്നാ മതി. ഓ, എന്റെ ഫവാസിന് നോക്കുക, ആദ്യത്തെ ആൺകുട്ടി, രണ്ടാമത്തെ പെണ്ണും. എന്റെ മൂത്തോളുടെ മക്കൾക്കൊക്കെ ആദ്യത്തെ ആൺകുട്ടികൾ തന്നെ. ഇതിപ്പോ ഇവളുടെ വയറ് കണ്ടപ്പോഴും ഞാൻ ആൺകുട്ടിയെന്ന് തന്നെ വിചാരിച്ചത്. ഇപ്പൊ ഇത് മാത്രം എന്താണ് അങ്ങനെയായത്. നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ ഇപ്പൊ കിട്ടണ്ടേ. ആദ്യത്തെ ഒരാണായാലാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ഇത്തിരി വയ്യ പറഞ്ഞാൽ ഓടാനും പിടിക്കാനൊക്കെ ഒരാളാവുള്ളൂ. അതിനാണ് ആദ്യത്തെ ആൺകുട്ടികൾ വേണം പറയുന്നത്. അത് ശരിയാ, ആൺമക്കൾ ഉണ്ടായാൽ മാത്രം പോരാ, തള്ളമാരെ കയ്യിലിപ്പ് കൂടി നന്നാവണം. ഇല്ലെങ്കിലേ ആൺമക്കളായിരിക്കും ആട്ടി ഓട്ടിക്കുക. നിങ്ങക്ക് രണ്ട് ആൺമക്കളല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? രണ്ടാളും കൂടിയില്ല. പിന്നെ പെൺമക്കളാ വേദം. അതെ, വീട്ടിക്ക് വലതുകാല് കയറി വെച്ച് വരുന്ന സാധനങ്ങളില്ലേ, അതുങ്ങൾ നന്നല്ലെങ്കിലേ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്റെ രണ്ട് മക്കളുടെ കല്യാണം കഴിഞ്ഞതിന് മുമ്പേ ഞങ്ങളുടെ വീടേ സ്വർഗമായിരുന്നു. സ്വർഗം എന്ന് രണ്ട് മൂദേവികൾ എന്റെ വീട്ടിക്ക് കാലെടുത്ത് വെച്ചോ, അതോടെ എന്റെ വീട് കുട്ടിച്ചോറായി. അല്ലാണ്ട് നിങ്ങളുടെ കയ്യിലിരിപ്പും കൊണ്ടല്ല അല്ലേ. നിങ്ങളെല്ലാരും കൂടി ഇവിടെ വന്നിരിക്കുക. റൂബീനെയോ? അടുക്കള ഉമ്മറത്തെ വാതിലും തുറന്നിട്ടിട്ട് ആരെങ്കിലും ഉള്ളിൽ കയറി കൂടിയാലും അറിയില്ലല്ലോ. ഈ പെണ്ണി ഇരുത്തം തന്നെ, കടത്തൊന്നുമില്ലേ? പെണ്ണെ കടക്കുന്ന് ഇപ്പോഴൊക്കെയാണ് കടക്കാൻ പറ്റുള്ളൂ. ജസീനന്റെ അമ്മായിമ്മ പോയിട്ടില്ല അല്ലേ? എന്റെ അടുത്ത് ഇന്നലെ ആരാ പറഞ്ഞേ? ജമീല പറഞ്ഞേ ജസീനന്റെ അമ്മായിമ്മ ഇന്നലെ ഫോണ് കണ്ടൂന്നേ. ഇനിയിപ്പോ നിങ്ങൾ ഇവിടെ തന്നെ കൂടെ തീരുമാനിച്ചാ? ഇനിയിപ്പോ കൂടിയപ്പോ എന്താ, എന്റെ മകൻ ഇരിക്കുന്ന വീടല്ലേ, ഇപ്പോഴാണെങ്കിൽ എന്റെ പേരക്കുട്ടിയും ഉണ്ട്. അപ്പക്ക് കൂടാ തോന്നിയാ ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് കൂടും. അതെ അതെ, എന്തായാലും ജസീനൊക്കെ ഭാഗ്യമുണ്ട്. പ്രസവം നോക്കാൻ ഇപ്പൊ ആരൊക്കെയാണ്? ഉമ്മ, അമ്മായിയമ്മ. എന്നിട്ട് അവിടെ പെണ്ണ് ഉറങ്ങിയാ? ഉറങ്ങിയിട്ടൊന്നുമില്ല, അപ്പൊ കുളി കഴിഞ്ഞിട്ടുള്ളൂ. കുളി കഴിഞ്ഞാ പിന്നെ അങ്ങനെ മിണ്ടാണ്ട് കുറച്ചു നേരം കിടക്കും. എടുത്തേരി തരും ഇത്തിരി എടുക്കട്ടെ. ഇല്ലടി തോത്തടേ. അങ്ങനെ ജസീനാനെ പോലെ തന്നെ കേട്ടോടീന്. ആ കണ്ണും മൂക്കും ചിറിയും ചുണ്ടും അങ്ങനെ ജസീന് തന്നെ. നീ ഇരിക്കും റൂബീന, ആ കുട്ടീനെ കൊണ്ട് നിക്കണത്? ഇരിക്കണമെന്നില്ലാന്നു, ഞാൻ പോട്ടെ. അല്ല എന്തിനാ നീ കുട്ടീന്റെ മുഖത്ത് ഇപ്പൊ തന്നെ ഇങ്ങനെ ഈ കരിയൊക്കെ വാരി തേച്ചാക്കണത്? അതൊന്നും നന്നല്ലാന്നും. കുട്ടീന്റെ കണ്ണിൽ വലിയ എന്താ ഇൻഫെക്ഷനാ എന്തെങ്കിലുമൊക്കെ ആയാലോ. കുട്ടിക്ക് ഇപ്പൊ അത്രയൊന്നും ആയിട്ടില്ലല്ലോ, 2-2.5 മാസമല്ലേ ആയിട്ടുള്ളൂ. അതൊന്നും ഇട്ട് കൊടുക്കണ്ടപ്പോ തന്നെ. അതൊന്നും ഞങ്ങളുടെ പണിയല്ലേ, അതൊക്കെ കുട്ടീന്റെ വാപ്പന്മാന്റെ പണിയാ. ഡോക്ടർ പറഞ്ഞതാണ് കുട്ടിക്ക് കൺമഷിയും പൗഡറും ഒന്നും വാരിപ്പൊത്തണ്ടാന്ന്. അവിടുന്ന് ഒരു ക്രീം വന്നിട്ടുണ്ടായിരുന്നു, അത് മാത്രം തേച്ചു കൊടുത്താൽ മതി പറഞ്ഞതാ. പറഞ്ഞതാക്കണ്ടേ? നിങ്ങക്ക് എന്താ അത്രയും ബോധമില്ലാണ്ടായോ? എന്ത് കോലൊന്നും കുട്ടീന്റെ മുഖത്ത് കാട്ടി വെച്ചാക്കണത്? ആ കണ്ടിട്ട് തുടച്ച് കളിയും. ഇപ്പൊ തന്നെ കുട്ടിക്ക് ഇങ്ങനെ ഒന്നും കാട്ടി കൊടുക്കണ്ട. കുട്ടീന്റെ കണ്ണിലേ വലിയ ഇൻഫെക്ഷൻ വരുന്നു. നിങ്ങൾ ആ കുട്ടീനെ എടുത്തേരി. കുട്ടീനെ ഇങ്ങനെ മറ്റുള്ളവർക്ക് എടുക്കാൻ കൊടുക്കണ്ടെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഇൻഫെക്ഷൻ വരുത്രേ. ഈ കുട്ടീനെ കാണാനും നോക്കാനൊക്കെ വരുന്നവര് ഈ കയ്യിലും കാലിലൊക്കെ പൊടിയും ചാടിയൊക്കെ ഉണ്ടാവില്ലേ, ഇവരൊക്കെ ഇപ്പൊ കയ്യും കാലൊക്കെ വൃത്തിയായിട്ട് കഴുകിട്ടാ വരുന്നത്. ഇപ്പൊ ആർക്കറിയാ? ഇത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാണ് ആർക്കും അങ്ങനെ എടുക്കാൻ കൊടുക്കണ്ടാന്ന്. അതൊക്കെ ഉമ്മയും മകളും മറന്നു. അത് ശരിയാ. ഞാൻ പോട്ടോളീന് പൂവടി. ശരി ജസീന. നിങ്ങൾ എന്ത് പണിയൊന്നും ചെയ്തത്? അവള് കുട്ടീനെ കാണാൻ വന്നില്ലേ? നിങ്ങൾ എന്തിനാ അവളുടെ കുട്ടീനെ എടുത്തത്? ഞാൻ എടുക്കും. എന്റെ പേരക്കുട്ടീനെ വേറെ ആരും എടുക്കുന്നതും എനിക്കിഷ്ടമല്ല. കുട്ടീനെ കാണാൻ വന്നല്ലേ കണ്ടിട്ട് പോണം, അല്ലാണ്ട് വായ തോന്നിയത് വിളിച്ചു പറയല്ലേ വേണ്ടത്. സ്വന്തം മക്കളിനെയും മരുമക്കളിനെയും കുടുംബക്കാരനെയും ഒക്കെ കയ്യിലിരിപ്പ് കൊണ്ട് വെറുപ്പിച്ചു. ഇപ്പൊ ഇവിടെയുള്ള കുറച്ച് അയൽവക്കക്കാരനും കൂടെ അങ്ങോട്ട് വെറുപ്പിച്ചാ നിങ്ങൾക്ക് സമാധാനായി അല്ലേ? ഓ, എന്റെ മകളുടെ വിധി. ഇല്ലടി. ഓ 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